നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷൻസ് നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നാല് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ഉള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലെ ഒരു ഡേറ്റ സംബന്ധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ട്രേഡ് ഡെഫിസിറ്റ് ഇൻ ജാനുവരി 2025. കഴിഞ്ഞ മാസം ഇന്ത്യക്ക് എക്സ്റ്റേണലി പറഞ്ഞ നമ്മൾ നടത്തിയിട്ടുള്ള ട്രേഡുകൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ആയിരുന്നു. ഡെഫിസിറ്റ് എപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് താരതമ്യേന ഇമ്പോർട്ടിനേക്കാൾ കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, whenever our imports are higher than our exports. നമ്മുടെ ഇമ്പോർട്ട് ഒന്നെങ്കിൽ കൂടി നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് കുറയുമ്പോൾ ഒക്കെയാണ് ട്രേഡിൽ നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മെയിൻലി ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നും നമ്മൾ ആ ഒരു ഡെഫിസിറ്റിന്റെ ആ ഒരു വാല്യൂ ഒക്കെ നമ്മൾ അതിനകത്ത് കാണിക്കാം. Means ആ ഒരു വാർത്ത ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. പക്ഷെ ആ ഒരു ഡെഫിസിറ്റിന്റെ വാല്യൂയിൽ ഉപരിയായിട്ട് ഇങ്ങനെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് അവിടുന്ന് പഠിക്കാനായിട്ടുള്ളത്. രണ്ടാമത് ഇന്ത്യയുടെ എനർജി മിക്സിനെ കുറിച്ചിട്ടാണ്. ഇന്റർനാഷണൽ എനർജി ഏജൻസി പബ്ലിഷ് ചെയ്ത ഡേറ്റ ഉണ്ട്. ബൈ 2027 ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ എനർജി മിക്സിനകത്ത് റിന്യൂവബിൾ സോഴ്സസിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ 27% ഉയരാൻ ചാൻസ് ഉണ്ട്. കറന്റ് പറയുവാണെങ്കിൽ 21%, അപ്രോക്സിമേറ്റ്ലി 21%ആണ് ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ എനർജി മിക്സിൽ റിന്യൂവബിൾ സോഴ്സ്. റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സോളാറും വിൻഡും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ കോൺട്രിബ്യൂഷൻ 21% മാത്രമാണ് നിലവിൽ പറയുവാണെങ്കിൽ. അത് 2027 ആകുമ്പോഴേക്കും 27%ലേക്കെങ്കിലും ഉയരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി ഇപ്പോൾ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കറന്റ് ഇന്ത്യൻ എനർജി മിക്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്കീമിനെ കുറിച്ചിട്ടും ഇന്നത്തെ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി സൂര്യഘർ മഫ്ത് ബിജ്ലി ഹർ ഘർ യോജന എന്ന് പറയുന്നത് നമ്മുടെ സോളാർ റൂഫ് ടോപ്പിന്റെ പദ്ധതിയാണ്. അപ്പൊ ആ ഒരു സ്കീമിനെ കുറിച്ചിട്ട് നമുക്ക് അവിടെ എക്സാം റിലേറ്റഡ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എൻവയോൺമെന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, മീൻസ് ക്ലീൻ എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ് ഈ റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സ് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിലും അതുപോലെ തന്നെ എനർജി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്ന നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ രണ്ട് ടോപ്പിക്കിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ടോപ്പിക്ക് ക്യൂ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് കൊമേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പം നമ്മുടെ നാട്ടിലിപ്പം ഇ കൊമേഴ്സ് എന്താന്നുള്ള കാര്യം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പറയുന്നത് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ ഇതെല്ലാം പറയുവാണെങ്കിൽ ഇ കൊമേഴ്സ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇ കൊമേഴ്സ് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ക്വിക്ക് കൊമേഴ്സിന്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ക്വിക്ക് കൊമേഴ്സ് എന്നുള്ളത് നമുക്ക് ആ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രിഡേറ്ററി പ്രൈസിങ്ങിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ എക്സാം എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ നാലാമത്തെ ടോപ്പിക്ക് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിലവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്ന ആ ഒരു കമ്മിറ്റിക്ക് അത് ആരൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്സ് ഡിസ്കഷന് ശേഷം ഒരു മോഡൽ MC കൊണ്ട് സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻസ് ടു $23 billion in January as exports dipped 2.38%. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. നമ്മൾ പൊതുവിൽ ഈ പറഞ്ഞ പോലെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, തിയറിയിൽ പറയുന്ന പോലെ കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ എക്കണോമിയിൽ പ്രാബല്യത്തിൽ വരണം നിർബന്ധമില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രീസിയേഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിനെതിരായിട്ട് ഇന്ത്യയുടെ മൂല്യം കുറയുന്നതിനെയാണ്, ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് സിംപിളി ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ $1 80 ആയിരുന്നു, 80 ഇന്ത്യൻ രൂപ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ $1 ഈ പറഞ്ഞ പോലെ ₹87 ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇന്ത്യൻ റുപ്പീസ് ഡിപ്രീഷിയേറ്റിംഗ് അഗെയിൻസ്റ്റ് ഡോളർ എന്ന് ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിപ്രീസിയേഷൻ നടക്കുമ്പോൾ തിയററ്റിക്കലി നമ്മൾ പറയും ആ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് കൂടും. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ എക്സ്പോർട്ടേഴ്സിന് ബെനിഫിറ്റ്. കാരണം $1 വസ്തുവിന് നേരത്തെ 80 രൂപയായിരുന്നു മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ 87 രൂപ കിട്ടും അവർക്ക് കയറ്റുമതി ചെയ്ത് കഴിയുമ്പോഴേക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി പറയുവാണെങ്കിൽ എക്സ്പോർട്ട് കൂടണം. എന്നാൽ അതേ സാഹചര്യത്തിൽ ഏത് കുറയണം? ഇമ്പോർട്ട് കുറയണം. കാരണം ഇങ്ങനെ സിറ്റുവേഷൻ ഇമ്പോർട്ടേഴ്സിന് നഷ്ടം ഉണ്ടാക്കും. കാരണം വിദേശത്ത് നിന്നും $1 ഇപ്പം എന്തൊരു വസ്തു ആയിക്കോട്ടെ ഇറക്കുമതി ചെയ്യാനായിട്ട് പണ്ട് 80 ഇന്ത്യൻ രൂപ കൊടുക്കാൻ മതി എന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അതേ വസ്തു തന്നെ നമുക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ 87 ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇമ്പോർട്ടേഴ്സിന് അത് കോസ്റ്റ്ലി ആയിട്ട് ഫീൽ ചെയ്യും. ഇമ്പോർട്ട് സാധാരണ ഇതിൽ കുറയണം. നേരെ തിരിച്ച് ഈ സാഹചര്യം എക്സ്പോർട്ടേഴ്സിന് ബെനിഫിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർ എക്സ്പോർട്ട് കൂടുതലായിട്ടും ഇന്ത്യയിൽ നിന്നും ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് തിയററ്റിക്കലി പറയുവാണെങ്കിൽ നടക്കേണ്ടത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും എക്കണോമിക്സ് നമ്മൾ തിയറിയിൽ പറയുന്ന പോലെ തന്നെ എന്താ പറയുക പ്രാക്ടിക്കലി ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഈ ഒരു സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ എസ്പെഷ്യലി കഴിഞ്ഞ ഒരു ജനുവരി മാസത്തിൽ ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂലാണ് ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 88 രൂപയോളം തന്നെ അടുത്ത് ഇന്ത്യൻ രൂപ ചെന്നെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒബ്വിയസ്ലി എക്സ്പോർട്ട് ഒക്കെ വർദ്ധിക്കാൻ
നടത്തിക്കേണ്ടതാണ്, പക്ഷെ നമ്മുടെ ഇവിടെ നടത്തില്ല. അതാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്കകത്ത് വന്നിരിക്കുന്നത്. എക്സ്പോർട്ട് ഡിപ്പ് 2.38%. എക്സ്പോർട്ട് താരതമ്യേന കുറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആ ഒരു 2024 ജനുവരി അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും കുറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ സാഹചര്യത്തിൽ ഇമ്പോർട്ട് എന്ത് സംഭവിക്കുകയും ചെയ്തു? ഇമ്പോർട്ട് കൂടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ നിന്ന് പറഞ്ഞിരുന്നു, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ട്രേഡ് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ സൂചിപ്പിക്കുന്നത്. ഡെഫിസിറ്റ് ആണ് ആകണമെങ്കിൽ ഈ പറഞ്ഞ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല പൈസ വെക്കുന്നത്, മിച്ചം പുറത്തേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പുറത്തേക്കാണ് പൈസ കൊടുക്കുന്നത്. നേരെ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാളും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിലാണ് ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓർത്തേക്ക് അത് നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്. ഈ നെഗറ്റീവ് സൂചിപ്പിക്കാൻ കാരണം വേറൊന്നുമില്ല. ട്രേഡ് ഡെഫിസിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോയ, പുറത്തേക്ക് വിദേശത്തേക്ക് പൈസ പോയ ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇറക്കുമതി ചെയ്ത 100 രൂപയുടെ സാധനം എന്ന് വിചാരിച്ചു. ഇറക്കുമതി ചെയ്യുമ്പോൾ പൈസ പുറത്തേക്ക് പോകുന്ന കാരണം നമുക്ക് സൈൻ അവിടെ നെഗറ്റീവ് കൊടുക്കുന്നു. അപ്പൊ -100 രൂപയുടെ സാധനം നമ്മൾ 100 രൂപ എന്നല്ല പറയുന്നത്. ഇപ്പൊ ഞാനത് എക്സാമ്പിൾ പറഞ്ഞോളൂ, കാരണം വിദേശത്ത് നടത്തുന്ന ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ വിദേശ കറൻസിയിലാണ് രേഖപ്പെടുത്തുന്നത്. ഡോളർ, ഇപ്പോൾ ഉദാഹരണം വേണ്ട, കൺഫ്യൂഷൻ വേണ്ട, ഡോളർ തന്നെ ഞാൻ രേഖപ്പെടുത്തിയേക്കാം. അപ്പോൾ $100 സാധനം നമ്മൾ ഇറക്കുമതി ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന സൈൻ നെഗറ്റീവ് ആണ്. സോ -100 $100 എന്ന് കൊടുക്കും. കയറ്റുമതി ചെയ്തത് നമ്മൾ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്ന കാരണം അവിടുത്തെ വാല്യൂ നമ്മൾ പോസിറ്റീവ് ആയിട്ട് രേഖപ്പെടുത്തും. കാരണം നമ്മുടെ കയ്യിലേക്ക് പൈസ വരുന്നത്, അതുകൊണ്ട് അവിടെ പോസിറ്റീവ്. നമ്മൾ യൂഷ്വലി പറയുവാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് പറയുവാണെങ്കിൽ, എക്സ്പോർട്ട് 80 രൂപ, $80 അപ്പൊ ഇത് വരുമ്പോഴേക്കും ഇത് നോക്കി, എക്സ്പോർട്ട് എന്ന് പറയുന്ന ഇമ്പോർട്ടിനേക്കാൾ കുറവാണ്. ഇവ തമ്മിലുള്ള നെറ്റ് എടുക്കുമ്പോഴേക്കും -$20 എന്ന് ബേസിക്കലി കിട്ടും. ഓക്കെ, വലിയ സൈൻ 100 ആണല്ലോ, അപ്പൊ -$20. ഈ മൈനസ് സൂചിപ്പിക്കുന്നതാണ് ഈ സിറ്റുവേഷനിൽ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ്. ട്രേഡ് എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ആണ്, വിച്ച് മീൻസ് $20 പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഡോളർ നമുക്ക് നഷ്ടമാകാനായിട്ടുള്ള സാഹചര്യം വരും. ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് സർപ്ലസ് വരുമ്പോഴേക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സർപ്ലസ് വരണമെങ്കിൽ അവർ എക്സ്പോർട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്. നേരെ തിരിച്ച് ഈ കണക്കുകളൊന്ന് ഓർത്താൽ മതി. +$100 -$80. ഇവ തമ്മിൽ നെറ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് $20 എന്ന് ബേസിക്കലി +$20. ഈ പ്ലസ് സൂചിപ്പിക്കുന്ന നെറ്റ് നമുക്ക് ഇങ്ങോട്ട് അതിന്റെ ലാഭം കിട്ടിയത്. അപ്പൊ നമ്മുടെ രാജ്യത്തേക്കുള്ള ഫോറിൻ കറൻസിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ആണ് നോർമലി റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത്. പക്ഷേ നമുക്കിപ്പോൾ സംഭവിച്ച ഈ ഫസ്റ്റ് കണ്ടീഷനാണ്. കാരണം ഇന്ത്യയുടെ കാര്യത്തിൽ ഇതൊക്കെ ഏകദേശം നടക്കണം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നെറ്റ് ഇമ്പോർട്ടർ രാജ്യമാണ്. കുറേയധികം വസ്തുക്കൾ നമ്മൾ ഇറക്കുമതി ചെയ്ത് കഴിയുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഇവിടുന്ന് കയറ്റുമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒബ്വിയസ്ലി നമ്മുടെ ഇവിടുന്ന് കയറ്റുമതി ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് കഴിയുന്ന ഒരു രാജ്യം. അതും നമ്മൾ ഇറക്കുമതി ചെയ്തതിനകത്ത് ഒരുപാട് എസെൻഷ്യൽ കമ്പോണൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇറക്കുമതി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. വില കൂടിയാലും കുറഞ്ഞാലും നമുക്കത് ഇറക്കുമതി ചെയ്യുക തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇന്ത്യക്ക് പറഞ്ഞ ട്രേഡ് എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പക്ഷെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് സർപ്ലസ്. അങ്ങനെ വരുമ്പോഴേക്കും പരീക്ഷയിൽ അത് വളരെ പ്രാധാന്യം അർഹിക്കും. എസ്പെഷ്യലി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡിന്റെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഇറക്കുമതി ചെയ്ത വസ്തുക്കളും കൂടെ അറിഞ്ഞിരിക്കുക. ഇപ്പം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിലൊക്കെയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ആ കോവിഡിന്റെ സമയത്ത് നമ്മളിവിടെ ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നു. കാരണം വാഹനങ്ങളൊന്നും അധികം ഓടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന് ആവശ്യകത കുറവായിരുന്നു. സോ നമ്മുടെ ഇറക്കുമതി ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. നേരെ തിരിച്ച് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒരെണ്ണമാണ് ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ്, മെഡിസിൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഇത് കോവിഡിന്റെ സമയത്ത് മരുന്നുകൾക്കൊക്കെ തന്നെ ഒരുപാട് ആവശ്യകത ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ നിർമ്മിച്ച ഒരുപാട് നമ്മൾ വാക്സിനുകളും മരുന്നുകളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് വരുമാനം കിട്ടി. അപ്പൊ കോവിഡിന്റെ സമയത്ത് ഇന്ത്യയുടെ ട്രേഡ് എന്ന് പറയുന്നത് സർപ്ലസ് ആയിരുന്നു. ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം അവർ എക്സ്പോർട്ട് വാസ് ഗ്രേറ്റർ ദാൻ അവർ ഇമ്പോർട്ട്സ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ ഈ ഒരു സെനാരിയോ, ഈ ഒരു എക്സാമ്പിൾ ഇന്ത്യക്ക് വിറ്റ്നസ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിയേ, ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഉണ്ടായത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ പ്രധാനമായിട്ട് കയറ്റുമതി ചെയ്യുന്ന ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ ഡേറ്റാസ് ഒന്ന് കാണിച്ചു തരാം. ഇന്ത്യ ടോപ്പ് എക്സ്പോർട്ടേഴ്സ് ഓഫ് റിഫൈൻഡ് പെട്രോളിയം ആണ്. റിഫൈൻ ചെയ്ത് നമ്മൾ ക്രൂഡ് ഓയിലിന് പ്രധാനപ്പെട്ട ഒരു ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. എന്നാൽ ആ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് റിഫൈൻഡ് ആയിട്ടുള്ള പെട്രോളിയം പ്രോഡക്ട്സ് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പൊ ഇന്ത്യ പ്രധാനമായിട്ടും കയറ്റുമതി വസ്തുക്കൾ ഏതൊക്കെയാണ്? റിഫൈൻഡ് പെട്രോളിയം പ്രോഡക്ട്സ്, പിന്നെ ഡയമണ്ട്സ്, പാക്കേജ്ഡ് മെഡിക്കമെന്റ്സ്, അതായത് ഈ പറഞ്ഞ നമ്മുടെ മെഡിസിൻസ്, ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് കാര്യങ്ങൾ, പിന്നെ ജ്വല്ലറി, പോളിഷ്ഡ് ആയിട്ടുള്ള ജെംസ് ആൻഡ് ജ്വല്ലറി, റൈസ്, ഇതൊക്കെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യ പ്രധാനമായിട്ട് കയറ്റുമതി രാജ്യങ്ങൾ നോക്കിയാൽ US, UAE, നെതർലാൻഡ്സ്, ചൈന, ബംഗ്ലാദേശ്, ഇവിടത്തേക്കൊക്കെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് US ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ ട്രേഡ് നടത്തുന്ന പ്രധാനപ്പെട്ട 10 രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ US മാത്രമേ നമുക്ക് ട്രേഡ് സർപ്ലസ് ഉള്ളൂ. വിച്ച് മീൻസ് നമ്മൾ US നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ US കയറ്റുമതി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയുവാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ട്രേഡ് ഡെഫിസിറ്റ്, അവിടുന്ന് കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് rather than what we export to those
കൺട്രീസ്. ഇനി ഇമ്പോർട്ടൻസ് കണക്ക് നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് പെട്രോളിയം ആണ്, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് അതാണുണ്ട്. പിന്നെ കോള്, പിന്നെ ഗോൾഡ്, പെട്രോളിയം ഗ്യാസ്, ഡയമണ്ട്സ്. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വന്ന് കാണുമായിരിക്കും, നമ്മൾ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഡയമണ്ട്സ് ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇറക്കുമതി ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഡയമണ്ട്സ് ആണ്. അൺപോളിഷ്ഡ് റോ ഡയമണ്ട്സ് എന്ന് പറയും. ആ സാധനം നമ്മൾ എടുത്ത് ഈ പറഞ്ഞ പോലെ പോളിഷ് ചെയ്ത് ജ്വല്ലറീസ് ആക്കിയാണ് കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ജ്വല്ലറി, ഡയമണ്ട്സ്, ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടിനകത്തും എക്സ്പോർട്ടിനകത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സ്പോർട്ടിനകത്ത് ഡയമണ്ട്സ് ഒക്കെ പറയുന്നത് പോളിഷ്ഡ് ആയിട്ടുള്ള ഡയമണ്ട്സ് ആണ്. ഇറക്കുമതിക്കകത്ത് ഡയമണ്ട്സ് പറയുമ്പോൾ അൺപോളിഷ്ഡ് റോ ഡയമണ്ട്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്ത രാജ്യം ഇവിടുന്ന് ചൈന, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മെയ്ഡ് ഇൻ ചൈന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്നത് ചൈന, പിന്നെ യു എ നിന്നുണ്ട്, യു എസ് നിന്നുണ്ട്, സൗദി നിന്നുണ്ട്, റഷ്യയിൽ നിന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ യു എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു എസ് നമ്മൾ ഇറക്കുമതി 48 ബില്യൺ US ഡോളറിനുണ്ട്, പക്ഷേ യു എസിലേക്ക് കയറ്റുമതി 82, അതിന്റെ ഇരട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യു എസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യ ട്രേഡ് സർപ്ലസ് ഉണ്ട്. പക്ഷേ മറ്റു രാജ്യം നോക്കിയാൽ ഇപ്പോൾ യു എ എക്സാമ്പിൾ ആയിട്ട്, യു എ നമ്മൾ ഇറക്കുമതി 51 ബില്യൺ US ഡോളർ ഉണ്ട്, കയറ്റുമതി ആകപ്പാട് 31 ഉള്ളൂ. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ 21 ബില്യൺ US ഡോളർ നമ്മൾ യു എയുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തത്. ചൈനയായിട്ടാണ് ഏറ്റവും വലിയ ഡെഫിസിറ്റ്. ചൈനയായിട്ട് നമ്മൾ ഇറക്കുമതി 110 ബില്യൺ US ഡോളർ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് കയറ്റുമതി ആകപ്പാട് 15 ഉള്ളൂ. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ 90 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 95 ബില്യൺ US ഡോളറിന്റെ ഏകദേശം ഈ പറഞ്ഞ പോലെ ട്രേഡ് ഡെഫിസിറ്റ് ആണ് നമ്മൾ ചൈനയുമായിട്ട്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യക്ക് ഡെഫിസിറ്റ് ഉണ്ടാക്കുന്ന രാജ്യമാണ് ചൈന എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ ഇപ്പൊ നമുക്ക് പറ്റിപ്പോയത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് റിഫൈൻഡ് പെട്രോളിയം നമുക്ക് അധികം കയറ്റുമതി ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ റിഫൈൻഡ് പെട്രോളിയത്തിന്റെ കയറ്റുമതി ലേശം കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ എക്സ്പോർട്ട് താരതമ്യം കുറയുകയും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കിയാൽ പെട്രോളിയം, കോള്, ഗോൾഡ് ഇതൊന്നും നമുക്ക് ഇറക്കുമതി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം നമുക്ക് ഇവിടെ ആവശ്യം വേണ്ടുന്ന സാധനങ്ങളാണ്. കോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വേണ്ടിയിട്ട്, ഗോൾഡ് ജ്വല്ലറി ഓർണമെന്റ്സിന്റെ പർപ്പസിനായിട്ട്. അപ്പൊ ഇവിടെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് കൂടുതൽ കോസ്റ്റ്ലി ആവും. അപ്പൊ അങ്ങനെ നമുക്ക് ഇമ്പോർട്ടിന്റെ ബില്ല് വർദ്ധിച്ചു, താരതമ്യം നമുക്ക് എക്സ്പോർട്ട് കൂടുതലായിട്ട് ചെയ്യാനും പറ്റിയില്ല. കൂടി ഈ പറഞ്ഞ പോലെ മെഡിക്കൽ മെഡിസിൻസ് ഇവയുടെയൊക്കെ തന്നെ കയറ്റുമതി കൂടി. പക്ഷേ റിഫൈൻഡ് പെട്രോളിയം ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന വാല്യൂ ഐറ്റം എന്ന് പറയുന്നത്. അത് അധികം കൂട്ടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ഡെഫിസിറ്റ് വർദ്ധിച്ചു പോയത്. ഒന്ന് ഗ്യാപ്പ്, എക്സ്പോർട്ട് അധികം കൂടാഞ്ഞ കാരണം എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള ഗ്യാപ്പ് വർദ്ധിച്ചു പോയി. ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യക്ക് ഈ ഒരു സാഹചര്യത്തിൽ കൂടാൻ ഇടയായി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ ട്രേഡ് ഡെഫിസിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇംപ്ലിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ കറൻസി കൂടുതൽ ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് ഇവിടെ ആവശ്യത്തിന് പുറത്തേക്ക് പോകാനുള്ള ഡോളർ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ ആവശ്യത്തിന് ട്രേഡ് നടത്തിയില്ലെങ്കിൽ നമുക്ക് വിദേശ കറൻസി കിട്ടില്ല. നമുക്ക് വിദേശ കറൻസി കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തു നിന്നുള്ള എക്സ്പോർട്ട് വർദ്ധിച്ചില്ല എങ്കിൽ, എക്സ്പോർട്ട് നോർമൽ ഗതിയിൽ വർദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് ഇവിടെ വിദേശ കറൻസിയുടെ ഷോർട്ടേജ് വരും. അപ്പോൾ ആ ഷോർട്ടേജ് വരുമ്പോഴേക്കും ഇന്ത്യൻ റുപ്പി വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇത് എക്കണോമിയുടെ ഗ്രോത്തിനെ തന്നെ ഇമ്പാക്ട് ചെയ്യും. വിച്ച് മീൻസ് നമുക്കിവിടെ എക്സ്പോർട്ട് കൂടിയെങ്കിലുള്ള കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ആ തൊഴിൽ കിട്ടിയെങ്കിലുള്ള രാജ്യം പുരോഗതി കൈവരിക്കാൻ പറ്റുള്ളൂ. എക്സ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ജനറേറ്റ് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ അഫക്ട് ചെയ്യും. അതുവഴി ഇപ്പോൾ രാജ്യത്തിന്റെ ഗ്രോത്തിനെയും അത് എഫക്ട് ചെയ്തേക്കാം. പിന്നെ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ അത് ഡിപ്ലീറ്റ് ചെയ്യും. കാരണം ആവശ്യത്തിന് ഫോറിൻ കറൻസി കിട്ടുന്നില്ല, കാരണം എക്സ്പോർട്ട് അധികം നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഫോറിൻ കറൻസി റിസർവിനെ ബാധിക്കാം, കറൻസി ഡിപ്രീസിയേഷൻ ലീഡ് ചെയ്യാം, പിന്നെ ഇപ്പോൾ എക്കണോമിക് ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് വരുത്തിയേക്കാം. ഇതൊക്കെയാണ് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്യുന്നതിന്റെ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നേക്കാം. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിൾ ആണ് റിന്യൂവബിൾസ് സെറ്റ് ടു പവർ 27% ഓഫ് എനർജി മിക്സ് ബൈ 2027 സീസ് ഇന്റർനാഷണൽ എനർജി ഏജൻസി. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ എനർജി മിക്സ് എന്നോട് കാണിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു 100 യൂണിറ്റ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ 53.4 യൂണിറ്റും നമ്മൾ ഏത് രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന അതായത് കോൾ ഫയർഡ് പവർ പ്ലാന്റിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തൊട്ടുമുമ്പ് കണ്ടില്ലേ സ്ലൈഡിനകത്ത് ഇന്ത്യ പ്രധാനമായിട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തു കോളാണ്. ആ കോൾ എന്തിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തെർമൽ പവർ പ്ലാന്റുകളിൽ കോൾ കത്തിച്ചിട്ടാണ് നമ്മൾ സ്റ്റീം ഉത്പാദിപ്പിച്ച് കറണ്ട് മീൻസ് ജനറേറ്റേഴ്സ് റൺ ചെയ്ത് നമ്മൾ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉത്പാദിപ്പിക്കുന്ന കറണ്ടിനെയാണ് നമ്മൾ കോൾ ഫയർഡ് തെർമൽ പവർ പ്ലാന്റ് ജനറേറ്റഡ് ഇലക്ട്രിസിറ്റി എന്ന് ബേസിക്കലി നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കോൾ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ പ്രധാനമായിട്ട് നമ്മൾ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി, ഉദാഹരണം പറയുക റിന്യൂവബിൾ എനർജിയാണ് 36% ഉണ്ട്. അതായത് 100 യൂണിറ്റ് 36 യൂണിറ്റ് റിന്യൂവബിൾ എനർജി വരുന്നുണ്ട്. പക്ഷേ ഈ 36 യൂണിറ്റ് ഹൈഡ്രോ പവർ എലക്ട്രിസിറ്റി പറഞ്ഞ പോലെ 12.3 വരുന്നുണ്ട്. ലാർജ് ഹൈഡ്രോ വരുന്നുണ്ട്, സ്മോൾ ഹൈഡ്രോ 1 ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 13% ഹൈഡ്രൽ പവർ വരുന്നുണ്ട്. പോയിട്ട് വിൻഡും സോളാറും കൂടെ ചേർത്തിട്ട് പറയുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 21% ഉള്ളൂ. 100 യൂണിറ്റിനകത്ത് 21 യൂണിറ്റ് ആണ് വിൻഡിൽ നിന്നും കറണ്ട് സോളാറിൽ നമ്മൾ കൂടുതലായിട്ടും ഉത്പാദിപ്പിക്കുന്നത്. ന്യൂക്ലിയർ ഒക്കെ 1.8 മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാനുള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ ന്യൂക്ലിയർ പവർ ഒക്കെ നമുക്ക് കൂടുതലായിട്ടും ഉത്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു. സോ ഇതാണ് കറന്റ് ഇന്ത്യയുടെ ഒരു
എനർജി മിക്സ് നമുക്ക് പറയാൻ സാധിക്കുവാണെങ്കിൽ, അപ്പോൾ കറന്റ് മിക്സിനകത്ത് ഈ പറഞ്ഞ എനർജി കൺസംഷനെ കുറിച്ച് ഡേറ്റാസ് നോക്കുവാണെങ്കിൽ, ഇന്ത്യ ഇസ് തേർഡ് ലാസ്റ്റ്. ഒരു കാര്യം കൂടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല അപ്രോക്സിമേറ്റ് 21% ആണ്. ഇത് 2027 ആവുമ്പോഴേക്കും 27%ലേക്ക് ഉയരും എന്നുള്ളതാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്റർനാഷണൽ എനർജി ഏജൻസി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് കറന്റ് ഈ പറഞ്ഞ 21% ഇൻ 2024 ടു 27% 2027ലേക്ക് ഇന്ത്യക്ക് ഉയരാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ച് ഡേറ്റാസ് എനർജി കൺസംഷൻ നോക്കുവാണെങ്കിൽ, ഇന്ത്യ ഇസ് തേർഡ് ലാർജസ്റ്റ് എനർജി കൺസ്യൂമർ ഗ്ലോബലി. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന് കാരണം നമുക്കറിയാം, ബിക്കോസ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. അത് മാത്രമല്ല, കറന്റ് ഇപ്പൊ ഇന്ത്യ പുരോഗതിയിലെ പാതയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. മീൻസ് ഗ്രോയിങ് ആയിട്ടുള്ള എക്കണോമിയാണ്, ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള എക്കണോമിയാണ്. അപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കറണ്ട് ഉപയോഗം കൂടുതലാണ്. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ലോകത്തെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കറണ്ട് ഉപയോഗ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നത്. പക്ഷേ പെർ ക്യാപിറ്റ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ ഗ്ലോബൽ ആവറേജിനൊക്കെ താഴെ. കാരണം ഇവിടുത്തെ ടോട്ടൽ എനർജി ഇപ്പൊ 100 യൂണിറ്റ് എനർജി നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ കണക്കാക്കുന്നതാണ് പെർ ക്യാപിറ്റ ഇലക്ട്രിസിറ്റി കൺസംഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പെർ ക്യാപിറ്റ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറവാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ കൂടുതൽ. ടോട്ടൽ പോപ്പുലേഷൻ കൂടുമ്പോൾ ആ റേഷ്യോ ഡിനോമിനേറ്റർ കൂടുമ്പോൾ റേഷ്യോയുടെ വാല്യൂ കുറയുമല്ലോ. അതുകൊണ്ട് ടോട്ടൽ പോപ്പുലേഷൻ ഇവിടെ കൂടുതലായതുകൊണ്ട് തന്നെ പെർ ക്യാപിറ്റ എനർജി കൺസംഷൻ ഗ്ലോബൽ ആവറേജേക്കാളും ഇന്ത്യയിൽ കുറവാണ്. ഇനി ഇന്ത്യയുടെ എനർജി മിക്സിന്റെ ഒരു ഗ്രാഫ് പറയുവാണെങ്കിൽ, ഒരു ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ, ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 50% മുകളിലും കോൾ ഡൊമിനേറ്റ്സ് ഇന്ത്യസ് എനർജി മിക്സ്. പക്ഷെ പതുക്കെ പതുക്കെ അതിന്റെ റേഷ്യോ മാറുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ സോളാർ ഇലക്ട്രിസിറ്റി ഒക്കെ പതുക്കെ പതുക്കെ ഉപയോഗം കൂട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഉത്പാദനം കൂട്ടുന്നുണ്ട്. അപ്പൊ അതുവഴി പറഞ്ഞ കോളിന്റെ ഷെയർ പതുക്കെ കുറയുന്നുണ്ട്. അത് കുറയണം. കാരണം കോൾ എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ സോഴ്സ് ആണ്. അത് ബേൺ ചെയ്തുണ്ടാക്കുന്ന കറണ്ട് പോലും ഇലക്ട്രിസിറ്റിക്ക് ഒരുപാടധികം നമ്മൾ കാർബൺ എമിഷൻസ് വരുത്തുന്നുണ്ട്. ബിക്കോസ് കോള് ഒരുപാട് കാർബൺ എമിഷൻസ് പുറത്തേക്ക് തള്ളും. അതുകൊണ്ട് കുറച്ചുകൂടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോളിന്റെ ഉപയോഗം താൽക്കാലികമായിട്ട് കുറച്ച് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഹെവിലി ഡിപ്പോർട്ട് ചെയ്യും. ഇപ്പം ഓയിലൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലൊക്കെ എന്തിനാണ് പ്രധാനമായിട്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പവർ പ്ലാന്റുകൾ എസ്പെഷ്യലി കണ്ടില്ലേ, ഡീസൽ പവർ പ്ലാന്റുകൾ. ഇവിടെയൊക്കെ തന്നെ പവർ പ്ലാന്റിൽ ഡീസൽ ഉപയോഗിച്ചിട്ടാണ് ഡീസൽ ഫ്യൂൽ ബേൺ ചെയ്ത് സ്റ്റീം ഉത്പാദിപ്പിച്ച് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യ പ്രധാനമായിട്ടും ഇതൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അല്ലാതെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒബ്വിയസ്ലി വേണം. പിന്നെ ഇതുപോലുള്ള പവർ പ്ലാന്റുകൾ ആവശ്യമാണ്. പിന്നെ റിന്യൂവബിൾ സോഴ്സ്, നമ്മുടെ പറഞ്ഞ വിൻഡ് എനർജി, സോളാർ എനർജി, ഇങ്ങനെയുള്ള സോഴ്സിലൂടെ അപ്രോക്സിമേറ്റ്ലി 30% ഉണ്ട്. പക്ഷേ ആ 30% ഞാൻ പറഞ്ഞ ഓർത്തിരിക്കണം, അതിൽ 13% ഹൈഡ്രോ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ലാർജ് ഹൈഡ്രോ 12ഉം സ്മോൾ ഹൈഡ്രോ 1.3 ഉണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ ഏകദേശം 21% വിൻഡിൽ നിന്നും സോളാറിൽ നിന്നും നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യയുടെ എനർജി മിക്സിന്റെ കറണ്ട് ഡേറ്റ പറയുവാണെങ്കിൽ. ഇനി ഇതിനകത്ത് ഇന്ത്യയുടെ എനർജി ഗോളിനെ കുറിച്ചും പറയണം. 2030 ആകുമ്പോഴേക്കും 500 GW റിന്യൂവബിൾ ഇലക്ട്രിസിറ്റിയിലൂടെ ഇന്ത്യ ഉത്പാദിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് 500 GW റിന്യൂവബിൾ എനർജിയിലൂടെ ഉത്പാദിപ്പിക്കണം. പക്ഷെ കറന്റ് പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 200 GW നമുക്ക് ആയിട്ടുള്ളൂ. 200 GW മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന്. അപ്പൊ ഏകദേശം ഇനി ഒരു വരാൻ പോകുന്ന 5 വർഷത്തിനുള്ള ഇന്ത്യക്ക് 300 GW കൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എങ്കിലുള്ള നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 2030 ആകുമ്പോഴേക്കും നമ്മുടെ 500 GW റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ 2070 ആകുമ്പോൾ ഇന്ത്യ നെറ്റ് സീറോ കാർബൺ എമിഷൻ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് എത്രമാത്രം കാർബണാണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നത്, കാർബൺ എമിറ്റ് ചെയ്യത്തില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. 2070 ആകുമ്പോൾ എത്രത്തോളം കാർബൺ നമ്മൾ എമിറ്റ് ചെയ്യുന്നു അത്രത്തോളം കാർബൺ നമ്മൾ അബ്സോർബ് ചെയ്തെടുത്തിരിക്കും. പല പല മെത്തേഡിലൂടെ അബ്സോർബ് ചെയ്തിരിക്കും. അതാണ് നെറ്റ് കാർബൺ ന്യൂട്രൽ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അതായത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരും, നെറ്റ് കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ സീറോ കാർബൺ എമിഷൻ ആണ്. സീറോ കാർബൺ എമിഷൻ അല്ല, നമ്മൾ 100 യൂണിറ്റ് കാർബൺ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 യൂണിറ്റ് കാർബൺ നമ്മൾ പല രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുത്തിരിക്കും. അതിനെയാണ് നെറ്റ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റിൽ നമ്മുടെ നാട്ടിലെ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്നു. ഉദാഹരണം കോള് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, ഇതെല്ലാം നമ്മൾ നെറ്റ് പറയുകയാണെങ്കിൽ ഇറക്കുമതി ചെയ്ത് കഴിയുന്നു. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് ഇലക്ട്രിസിറ്റി നമ്മൾ നിലവിൽ പറഞ്ഞു 50% കൂടുതൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന കോളിൽ നിന്നാണ്. നാളെ വിദേശത്ത് നമുക്ക് കോള് കിട്ടാതായി കഴിഞ്ഞാൽ, കൽക്കരി കിട്ടാതായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ എനർജി മേഖല, ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി മേഖല ഈ പറഞ്ഞ പോലെ ഇമ്പാക്റ്റഡ് ആകാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ഇപ്പം നിലവിൽ പറയാം 24/7 നമുക്ക് ത്രൂ ഔട്ട് കറണ്ട് എല്ലായിടങ്ങളിലും എത്തിക്കാൻ സാധിക്കത്തില്ല. എനർജി സെക്യൂരിറ്റി ഇന്ത്യയിൽ ഇല്ല കറണ്ട്ലി പറയുകയാണെങ്കിൽ. ബിക്കോസ് എല്ലാ ഇടങ്ങളിലും 24/7 നമുക്ക് കറണ്ട് എത്തിക്കാൻ സാധിക്കുമ്പോഴാണ് എനർജി സെക്യൂരിറ്റി നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് റിമോട്ട് ഏരിയാസിലേക്ക് അത് നടപ്പാക്കാനായിട്ടുണ്ട്. പിന്നെ ഗ്രിഡ് മോഡേണൈസേഷൻ, ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിലാണ്, നമ്മുടെ ഇവിടെയാണെങ്കിലും മിക്ക വീടുകളിൽ ഇപ്പൊ പതുക്കെ സോളാർ പാനലുകൾ വെച്ച് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കുന്ന കറണ്ടുകളൊക്കെ ആക്ച്വലി സ്റ്റോർ ചെയ്യാനുള്ള ഗ്രിഡ് കപ്പാസിറ്റി നമുക്കില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തെ പലയിടങ്ങളിലും ഇങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ഗ്രിഡ് മോഡേണൈസേഷൻ ഫെസിലിറ്റീസ് ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, കൃത്യമായിട്ട്
മോണിറ്റർ ചെയ്തത് എഫക്റ്റീവ്ലി ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും കൂടെ ഗവൺമെന്റിന് സാധിക്കണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം ചലഞ്ചസ് ഇതിനൊന്നും മറികടക്കാൻ പറ്റും. ഇനി ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് PM സൂര്യഘർ മഫ്ത് ബിജിലി യോജന. 2024 ഫെബ്രുവരി 15, ഏകദേശം പറയും 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ ഒരു ഗവൺമെന്റ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി ടു ഹൗസ് ഹോൾഡ്സ് ഇൻ ഇന്ത്യ. ടു പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി ടു ഹൗസ് ഹോൾഡ്സ് ഇൻ ഇന്ത്യ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി നല്ല ഉദ്ദേശിക്കുന്നത്, ഇതിന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, എല്ലാ വീടുകളിലും ഗവൺമെന്റ് സബ്സിഡി നൽകി ഈ പറഞ്ഞ പോലെ സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിച്ച് വെക്കുന്നു. ആ തരത്തിൽ വെക്കുന്ന സോളാർ പ്ലാന്റുകളിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വെറുതെ സൗജന്യമായിട്ട് തരുമെന്നല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും സോളാർ പ്ലാന്റുകൾ വെക്കണം. ആ സോളാർ പ്ലാന്റുകൾ വെക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റിന് നല്ലൊരു എമൗണ്ട് ഗവൺമെന്റ് സബ്സിഡി നൽകും. ആ സബ്സിഡി എമൗണ്ടിൽ ഇത് വെച്ചിട്ട് നമ്മളിത് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ വേണമെങ്കിൽ സോളാർ പവർ പ്ലാന്റ് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കറണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അണ്ടർ ദ സ്കീം ഹൗസ് ഹോൾഡ്സ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് സബ്സിഡി ടു ഇൻസ്റ്റാൾ സോളാർ പാനൽ. അത് ഞാൻ പറഞ്ഞു, സബ്സിഡി പറഞ്ഞ സോളാർ പാനലുകൾക്ക് സബ്സിഡി കിട്ടും. അത് വെച്ചിട്ട് നമുക്കത് സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന കറണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടും ചെയ്യാം. അതിനകത്ത് ഉപയോഗിക്കുന്ന പറയുമ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഈ സോളാർ പവർ പ്ലാന്റുകൾ വെക്കുമ്പോൾ 2 രീതിയിൽ നമുക്ക് ഈ സോളാർ പ്ലാന്റുകൾ വീട്ടിൽ വെക്കാൻ സാധിക്കും. ഒന്ന് ഓഫ്ലൈൻ ഈ പറഞ്ഞ പോലെ സിസ്റ്റവും, അതുപോലെ ഒന്ന് ഓൺലൈൻ ഗ്രിഡ് സിസ്റ്റവും. ഓക്കെ, അങ്ങനെ 2 രീതിയിൽ പറഞ്ഞാൽ നമുക്കത് വെക്കാനായിട്ട് സാധിക്കും, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഓഫ്ലൈൻ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ബാറ്ററികളുടെ സഹായത്താൽ വീട്ടിൽ ബാറ്ററി വെച്ചിട്ട് ആ ബാറ്ററിയിൽ കറണ്ട് സൂക്ഷിക്കുന്നു, എന്നിട്ട് അത് പിന്നീട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു. ഇതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓൺ ഗ്രിഡിനും ഓഫ് ഗ്രിഡ് എന്ന് പറയും, ഓൺ ഗ്രിഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ സോളാർ പാനലുകൾ വെച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ കറക്റ്റ്ലി പറയുവാണെങ്കിൽ ആ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആ കറണ്ട് നമ്മൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നേരിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ KSEBിയുടെ ലൈനിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും ഈ പറഞ്ഞ KSEBിയുടെ ലൈനിൽ നിന്നുള്ള കറണ്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള സിസ്റ്റം, അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നേരെ KSEBിക്ക് കൊടുക്കുമെന്ന് ആലോചിച്ചാൽ മതി. എന്നിട്ട് KSEBിയുടെ നമ്മൾ പഴയ പോലെ തന്നെ KSEBിയിൽ നിന്നും കറണ്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. 2 രീതിയിലുണ്ട്, ഓഫ് ഗ്രിഡും ഉണ്ട് ഓൺ ഗ്രിഡും ഉണ്ടെന്നുള്ള കാര്യം നോക്കാം. ദെൻ സബ്സിഡി ആയിട്ട് സോളാർ പാനലുകളുടെ വിലയുടെ 40% ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് നൽകും. 100 രൂപ വിലയുള്ള സോളാർ പാനലാണെങ്കിൽ 40 രൂപ ഗവൺമെന്റ് അവിടെ സബ്സിഡി ആയിട്ട് നൽകും. ഇങ്ങനെ ഏകദേശം ഈ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ്ലി ഒരു വീടുകളിൽ ഇത്തരത്തിൽ വെക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു വീട്ടിൽ 300 യൂണിറ്റിന്റെ കറണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആനുവലി 18,000 രൂപയുടെ കോസ്റ്റ് സേവിങ്സ് നമുക്ക് നടത്താൻ പറ്റുമെന്നുള്ളതാണ് ഗവൺമെന്റ് അതിനകത്തോട് പറയുന്നത്. ഏകദേശം പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ശരാശരി ഒരു വീട്ടിൽ ഇത്തരത്തിൽ ഏകദേശം 3000 യൂണിറ്റോളം കറണ്ടുകൾ ആവശ്യം വരുന്നതാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി പെർ മന്ത് ഒരു 1,500 റുപ്പീസിന്റെ ബില്ല് വന്നേക്കാം. അപ്പോൾ 1,500 പെർ മന്ത് ബില്ല് വരുന്ന വീടുകളാണെങ്കിൽ സോളാർ ഇലക്ട്രിസിറ്റി വെച്ച് കഴിഞ്ഞാൽ ആനുവലി അപ്രോക്സിമേറ്റ്ലി ഒരു 18,000 റുപ്പീസ് സേവ് ചെയ്യാനായിട്ട് സാധിച്ചേക്കും. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ളൊരു സ്കീമിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രിസിറ്റി. ആക്ച്വലി ഫ്രീ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തിരിക്കണം. അപ്പം ഫ്രീ ഇലക്ട്രിസിറ്റി വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നെ റെഡ്യൂസ് ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഫോർ ഗവൺമെന്റാണ് ഇത്തരത്തിൽ കോളും കാര്യങ്ങളൊന്നും അധികം ഇറക്കുമതി ചെയ്യേണ്ട. അപ്പം അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ ലാഭിക്കാം. പിന്നെ റിന്യൂവബിൾസ് എനർജിയുടെ ഉപയോഗം നമുക്ക് വർദ്ധിപ്പിക്കാം. അതുവഴി കാർബൺ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഈ സ്കീമിനകത്ത് എലിജിബിലിറ്റി കിട്ടേണ്ട ആൾക്കാർക്ക് ആരെന്ന് വെച്ചാൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ ഹൗസ് ഹോൾഡ് മസ്റ്റ് ഓൺ എ ഹൗസ് വിത്ത് റൂഫ് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻസ്റ്റാളിംഗ് സോളാർ പാനൽ വെക്കാൻ സ്യൂട്ടബിലിറ്റി ഉള്ള റൂഫ് ഉള്ള വീടുകളായിരിക്കണം. ആൻഡ് household must have a valid electricity connection already ഉണ്ടായിരിക്കണം. ആൻഡ് household must not have availed any other subsidy for solar panels. നേരത്തെ ഒന്നും തന്നെ സോളാർ പാനലുകൾക്ക് സബ്സിഡി ഒന്നും കിട്ടിയിട്ടുള്ളവരാകാൻ പാടില്ല. എന്നിട്ട് ഇതിനകത്ത് ഇംപ്ലിമെന്റേഷൻ ഏജൻസീസ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസീസ് ആണ് റെസ്പോൺസിബിൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ ആ സംസ്ഥാനങ്ങളുടെ ഡിസ്കോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ KSEB ആണ്. ഇലക്ട്രിസിറ്റി ജനറേഷൻ നമ്മുടെ ഇവിടെ KSEB ഉണ്ട്. ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന KSEB ആണ്. ആ ഡിസ്കോംസിനെയാണ് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസീസ് ആയിട്ട് ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരാണ് ഓരോ വീടുകളിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ, ആ സോളാർ കണക്ഷന്റെ ഫീസിബിലിറ്റി ചെക്കിങ്ങും അതിന്റെ സാങ്ഷൻസും കാര്യങ്ങളെല്ലാം തന്നെ കമ്മീഷനിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ സ്കീമിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഈ സ്കീമിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്ട്രി എന്നുള്ള കാര്യം ഓർത്തിരിക്കും. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആണ് ഈ ഒരു സോളാർ മഫ്ത് ബിജ്ലി ഹർക്കർ യോജനയുടെ പേരന്റ് മിനിസ്ട്രി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രധാന എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. Then moving on to the third article, CCI, Competition Commission of India, moves to tighten grip on e-commerce, quick commerce measures എന്നാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ക്വിക്ക് കൊമേഴ്സും പിന്നെ മറ്റൊരു പേര് ഇതിനകത്ത് ഒരു ടേമിനകത്തുള്ളത് പ്രിഡേറ്ററി പ്രൈസിംഗുമാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ എന്താണ് പ്രിഡേറ്ററി പ്രൈസിംഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രിഡേറ്ററി പ്രൈസിംഗ് ആ പേര് പോലെ ഉണ്ട്. പ്രിഡേറ്ററി പ്രൈസിംഗ് പറഞ്ഞാൽ ഒരാളെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു കടയിൽ, ഒരു ഷോപ്പില് ഒരു പെൻ ഒരു പെൻ ആ നാട്ടിലെ എല്ലാ ആൾക്കാരും മേടിക്കുന്ന വിചാരിച്ചു. ഒരു പെൻ ഈ പറഞ്ഞ പോലെ ₹10 10 രൂപയ്ക്കാണ് പേന വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കൈൻഡ് ഓഫ് ബ്രാൻഡിന്റെ പേന, ഒരു ABC ബ്രാൻഡ്.
ഓക്കെ, ഒരു ABC ബ്രാൻഡിന്റെ ഒരു പേന ഒരു കടയിൽ 10 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. ആ പേന ഈ പറഞ്ഞ നാട്ടിലെ ആൾക്കാരെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കട, ഒരു ഷോപ്പ് അല്ല തുറക്കുന്നത്. ആ നാട്ടിലെ ആൾ ഇപ്പം എല്ലാവർക്കും എല്ലാ ആളുകളുടെയും കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഒക്കെ ഉള്ളതും ഇന്റർനെറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിംഗ് ആണെങ്കിൽ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് തുടങ്ങുകയാണ്. ലൈക്ക് എക്സ് വൈസഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റ് തുടങ്ങുകയാണ്, ഷോപ്പിംഗ് സൈറ്റ് ആണ്. ഇവര് ഇതേ ബ്രാൻഡ്, അതായത് ഈ ABC എന്നുള്ള ബ്രാൻഡിന്റെ പേന വിൽക്കുന്നത് 2 രൂപയാണ് പെർ യൂണിറ്റ്, ₹2 പെർ യൂണിറ്റ് ആണെങ്കിൽ നാളെ തൊട്ടിട്ട് ആളുകളൊക്കെ തന്നെ ഇനി കടയിൽ ആ പേന മേടിക്കാൻ പോയേക്കോ ഇല്ല. ആളുകളൊക്കെ തന്നെ ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഈ XYZ സൈറ്റിൽ കയറിയിട്ട് ഈ പറഞ്ഞ പോലെ ഈ ABC പേന വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് അവിടെ നമ്മൾ ഒരു പേനയ്ക്ക് 8 രൂപയുടെ ഓഫർ കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഈ XYZ എന്നുള്ള ഈ സൈറ്റ് ആക്ച്വലി ഇത് ചെയ്തിട്ടുണ്ടാവുക ഇവർ 8 രൂപ നഷ്ടം സഹിച്ചായിരിക്കും. ഒറിജിനൽ ഇതിന്റെ പേനയുടെ വില 10 രൂപ തന്നെയായിരിക്കും. പക്ഷെ ഇവർ കസ്റ്റമേഴ്സിനെ കൂടുതൽ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്തു, ഈ 8 രൂപ നഷ്ടം സഹിച്ചുകൊണ്ട്, തുടക്കത്തിൽ നഷ്ടം 8 രൂപ സഹിച്ചുകൊണ്ട് തന്നെ ഇവർ 2 രൂപയ്ക്ക് ആ പേന സൈറ്റിലൂടെ ലോഞ്ച് ചെയ്യും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ നാട്ടിലെ ആളുകളൊക്കെ തന്നെ ഏത് സൈറ്റിനെ പ്രിഫർ ചെയ്യും, ഈ XYZ സൈറ്റിന് ഈ പറഞ്ഞ പോലെ പേന വാങ്ങിക്കാണ്ട് പ്രിഫർ ചെയ്യും. ആൾക്കാരും തന്നെ എവിടെയോട്ട് പോകത്തില്ല, ഈ കടയിലേക്ക് പേന വാങ്ങാനായിട്ട് പോകത്തില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇവർ XYZ അവരുടെ സൈറ്റിലൂടെ നൽകുന്ന പ്രൊഡക്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. തുടക്കത്തിൽ ഒരു പേനയായിരിക്കും, പിന്നെ ഈ പറഞ്ഞ പല പല സാധനങ്ങളായിട്ട്, പല പല എക്യുപ്മെന്റ്സ് ആയിട്ട്, ഐറ്റംസ് ആയിട്ട് അവരുടെ സൈറ്റിലൂടെ കൂടെ, കാരണം ആൾക്കാരൊന്നും ഫെമിലിയർ ആയി കഴിയുമ്പോൾ പല പല ഐറ്റംസ് അവർ കൊണ്ടുവരും. അങ്ങനെ പുതിയത് ഓരോ ഐറ്റംസ് വരുമ്പോൾ അതിലെല്ലാം പ്രൈസ് കുറച്ചായിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെ പ്രൈസ് കുറച്ച് കൊടുക്കുന്ന കാരണം ആളുകളെല്ലാം പതുക്കെ പതുക്കെ ഏതിനെ ചൂസ് ചെയ്യാൻ തുടങ്ങും, ഈ വെബ്സൈറ്റിനെ ചൂസ് ചെയ്യാൻ തുടങ്ങും. റാദർ ദാൻ ഗോയിങ് ടു ദാറ്റ് ഷോപ്പ്, ആ കടയിലേക്ക് പോകുന്നത് പതുക്കെ പതുക്കെ നിർത്തും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കടക്കാരൻ എന്ത് ചെയ്യേണ്ടി വരും, ലാസ്റ്റ് ഈ കട പൂട്ടേണ്ടി വരും. കാരണം പുള്ളിയുടെ നാട്ടിൽ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പതുക്കെ ഈ കച്ചവടം നിർത്തി പുള്ളിക്ക് ആ കട അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ആരുടെ ഒരു എന്താ ഒള്ളി പ്ലെയർ ആയിട്ട് മാറി ഈ XYZ എന്നുള്ള സൈറ്റ് മാത്രമായി ഈ സാധനങ്ങൾ വെക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ XYZ മോണോപ്പൊളി ആയിരിക്കും നമുക്ക് അവിടെ കാണേണ്ടി വരിക. മോണോപ്പൊളി സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ മോണോപ്പൊളി സിറ്റുവേഷൻ ആയി കഴിയുമ്പോഴേക്കും ഇനി ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, ഈ XYZ സൈറ്റ് മാത്രമേ നാട്ടിലുള്ളൂ, വേറെ കടക്കാരൊന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇനി ഇത്രയും നാളും താൻ അനുഭവിച്ച ആ നഷ്ടം എല്ലാം കൂടെ ചേർത്തിട്ട് പുള്ളി ആ പ്രൈസ് അങ്ങ് കുതിക്കും. അതായത് ഇത്ര നാളും 2 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പേന ഇനി മുതൽ 18 രൂപയിലേക്ക് പുള്ളി പോയിട്ടും. അപ്പൊ ഇനി മുതൽ 18 രൂപ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ വേറെ ഷോപ്പ് ഉണ്ടോ? ഇല്ല, ഉണ്ടായിരുന്ന ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ പൂട്ടിപ്പോയി. അപ്പൊ ഈ 18 രൂപ ആക്കി കഴിയുമ്പോഴേക്കും ഇനി XYZ അറിയാം ഈ ABC എന്നുള്ള പേന ആളുകളെ 18 രൂപ കൊടുത്ത് മേടിച്ചോളൂ. കാരണം മേടിക്കാൻ വേറെ മാർഗ്ഗമില്ല, വേറെ കടകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് പറയുന്ന പേരാണ് പ്രിഡേറ്ററി പ്രൈസിങ്. അതായത് വൺസ് നഷ്ടം സഹിച്ചായിരിക്കും കമ്പനി ഇത്തരത്തിൽ ലോവസ്റ്റ് പ്രൈസ് ഈടാക്കി കൊടുക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നോർമലി അത്തരത്തിൽ എല്ലാവർക്കും കൊടുക്കണം പറ്റണം നിർബന്ധമില്ല. കാരണം ബിക്കോസ് ഈ XYZ നടത്തുന്ന ഈ സൈറ്റ് നടത്തുന്ന കമ്പനി പറഞ്ഞ വലിയ ഫണ്ടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇച്ചിരി നാൾ നഷ്ടം സഹിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അത് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയത്. വൺസ് അവരുടെ മോണോപ്പൊളി ആയി കഴിയുമ്പോഴേക്കും പിന്നെ അവർ എക്സോർബിറ്റന്റ് ഉള്ള പ്രൈസ് ഈടാക്കും. ആ നഷ്ടത്തിന് എല്ലാം കൂടെ ചേർത്തുള്ള പ്രൈസ് ഈടാക്കും. അതിന് പറയുന്ന പേരാണ് പ്രിഡേറ്ററി പ്രൈസിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ തടയാനായിട്ട് നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രംഗത്തേക്ക് വരുന്നു എന്നുള്ള രീതി വന്നിട്ടില്ല, രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ക്വിക്ക് കൊമേഴ്സ്, കാരണം ഇപ്പൊ ഇങ്ങനെ പ്രിഡേറ്ററി പ്രൈസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ക്വിക്ക് കൊമേഴ്സ്, കാരണം ക്വിക്ക് കൊമേഴ്സുകൾ ഇങ്ങനെ ചെയ്ത് നമ്മുടെ നാട്ടിലെ ഷോപ്പുകൾ പലതും ഇപ്പോൾ അടച്ചു പൂട്ടുന്ന സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഇ കൊമേഴ്സ് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പം ഉദാഹരണം ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ ഇ കൊമേഴ്സ് ആണ്. ഇതിന്റെ അഡ്വാൻസ് വേർഷൻ ആണ് ഈ ക്വിക്ക് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ഫാസ്റ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. നിങ്ങൾ കേട്ടാണോ? ഇപ്പം നമ്മൾ സാധാരണ ഗതിയിൽ പണ്ടൊക്കെ ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും. ഇപ്പം പറയുവാണെങ്കിൽ ഓൺ ദ സ്പോട്ട് നമ്മൾ ഓർഡർ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. സ്പോട്ടിൽ ഓർഡർ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ വീടിനടുത്ത് സാധനം, നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ സാധനം എത്തിച്ചേരും. ഇതിന് പറയുന്നതാണ് ക്വിക്ക് കൊമേഴ്സ്. ഇറ്റ്സ് എ ഡിസ്ട്രപ്റ്റീവ് ബിസിനസ് മോഡൽ ഇൻ ദ ഇ കൊമേഴ്സ് ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഫോക്കസ് ഓൺ അൾട്രാ ഫാസ്റ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. അൾട്രാ ഫാസ്റ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടിപ്പിക്കലി വിതിൻ 10 to 30 മിനിറ്റ്സിനുള്ളിൽ ഡെലിവറി നടത്തുന്നതാണ് ഈ ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയുന്നതാണെങ്കിൽ. അപ്പൊ ഇതിലൂടെ ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് ഫോർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ബൈ ഡെലിവറി, അതായത് നമുക്ക് ഒരു സാധനം ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഇ കൊമേഴ്സ് ഒക്കെയാണ്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഒക്കെയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വെക്കട്ടെ, ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയെങ്കിലും എടുക്കുമല്ലോ. അതിനകത്ത് ഈ പറഞ്ഞാൽ അതിന് പെടും നമ്മൾ ഓർഡർ ചെയ്തു പെട്ടെന്ന് ഒരു 10 മുതൽ അരമണിക്കൂറിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിന് പറയുന്നവരാണ് ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന കാരണം പലപ്പോഴും പല കടകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം ആളുകൾ കൂടുതൽ ഓഫർ ചെയ്യുന്നതുണ്ട്. അതുകൊണ്ട് ആളുകൾ കൂടുതലും ഇത്തരം സൈറ്റുകൾ ഇപ്പോൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മെയിൻലി ക്വിക്ക് കൊമേഴ്സും ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഇ കൊമേഴ്സ് തമ്മിലുള്ള ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കുക. ക്വിക്ക് കൊമേഴ്സ് പ്രധാനമായിട്ടും ഡെലിവറി സ്പീഡിനകത്ത് വ്യത്യാസമുണ്ട്. 10 മുതൽ 30 മിനിറ്റ് കിട്ടുന്നു ക്വിക്ക് കൊമേഴ്സിനകത്ത്. ഇ കൊമേഴ്സ് ആണെങ്കിൽ 1 മുതൽ 7 ദിവസം, ട്രഡീഷണൽ ഒരാഴ്ച വരെയൊക്കെ എടുക്കാറുണ്ട്. കൂടുതലും FMCG പ്രൊഡക്ട്സ് ആണ് അതിലൂടെ വിറ്റഴിക്കുന്നത് ക്വിക്ക് കൊമേഴ്സിനകത്ത്. FMCG എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. അതായത് ഉദാഹരണം ഗ്രോസറീസ്, മെഡിസിൻസ്, പെട്ടെന്ന് അധികം നാളെ ഡ്യൂറബിലിറ്റി ഇല്ലാത്ത വസ്തുക്കളാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. ഇപ്പം ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ളവയൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിലൂടെ ക്വിക്ക് കൊമേഴ്സ് വിറ്റഴിക്കുന്നത്. ട്രഡീഷണൽ ഇ കൊമേഴ്സിനകത്ത് ഫർണിച്ചേഴ്സ്, ഇലക്ട്രോണിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോൺ അർജന്റ് ഗുഡ്സ് ആണ് പ്രധാനമായിട്ട് അതിലൂടെ വിറ്റഴിക്കപ്പെടുന്നത്. ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് 10 മിനിറ്റിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരോ ചെറിയ സ്ഥലങ്ങളിൽ ഇവർക്ക് വെയർ ഹൗസുകൾ ഉണ്ടാവും. മൈക്രോ വെയർ ഹൗസുകൾ ഒരുപാടുണ്ടാവും.
ഉണ്ടാവും. പക്ഷേ ട്രഡീഷണൽ ഇ കൊമേഴ്സിനകത്ത് ഒരു സെൻട്രൽ വെയർ ഹൗസ് ആയിരിക്കും, ഒരു ജില്ലയിൽ ഒരെണ്ണം, അങ്ങനെയൊക്കെ അവിടെ നിന്നായിരിക്കും പിന്നെ എല്ലാ പാഴ്സലും ഡിസ്പാച്ച് ചെയ്ത് പോകുന്നത്. അങ്ങനെയൊക്കെ അപ്പോൾ മൈക്രോ വെയർ ഹൗസുകൾ കൂടുതൽ ഉണ്ടാവുക ക്വിക്ക് കൊമേഴ്സിനാണ്, അത് ട്രഡീഷണൽ ഇ കൊമേഴ്സ്. ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് വ്യത്യാസമുണ്ട്. ഇമ്പൾസ് ബയേഴ്സ്, അതായത് ഇപ്പോൾ ഓർഡർ ചെയ്ത് ഇപ്പൊ തന്നെ കിട്ടണം അങ്ങനെയൊക്കെയുള്ള ബയേഴ്സിനാണ് കൂടുതലായിട്ട് ക്വിക്ക് കൊമേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്ലാൻഡ് പർച്ചേസസ് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മൾ ഇതാക്കി കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ആ സാധനം മതി, അങ്ങനെയൊക്കെ റെഡി അവൈലബിലിറ്റി വേണ്ടാത്ത കസ്റ്റമേഴ്സിനാണ് കൂടുതലായിട്ട് ഇ കൊമേഴ്സുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കണം, ബിക്കോസ് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. Then moving on to the last article, Ganesh Kumar named the CEC, CEC ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആഫ്റ്റർ പാനൽ മീറ്റിംഗ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ടത്, നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 324 എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ഇറ്റ് സ്പെസിഫൈസ് വൈൽ ദ സിഇസി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ദ ഇലക്ഷൻ കമ്മീഷണേഴ്സ് വിൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ആരാണ് ഇവർ അപ്പോയിന്റ് എന്ന് പറയുന്നത്? ബൈ പ്രസിഡന്റ്. പ്രിലിംസ് ഓർത്തിരിക്കണം, ബൈ പ്രസിഡന്റ്. ദിസ് ഇസ് സബ്ജക്ട് ടു പാർലമെന്ററി ലോ. അതായത് നിലവിൽ ഈ ഒരു ആർട്ടിക്കിൾ 324 പറഞ്ഞിരുന്നത് സിഇസിനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും മറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് പ്രസിഡന്റ് ആണ്. ആൻഡ് സബ്ജക്ട് ടു പാർലമെന്ററി ലോ. പാർലമെന്റിന്റെ ഒരു നിയമപ്രകാരമായിരിക്കണം പ്രസിഡന്റ് അവരെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അണ്ടിൽ സച്ച് ലോ എക്സിസ്റ്റ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2023 വരെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ലോ ഉണ്ടായിരുന്നില്ല. 2023 വരെ പാർലമെന്റ് അങ്ങനെ ലോ ഒന്നും പാസ്സാക്കി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എന്താ പറയുന്നുണ്ട്, അണ്ടിൽ ദാറ്റ് ആ ഒരു പ്രൊവിഷൻ പാർലമെന്റ് പാസ്സാകുന്നിടം വരെ പ്രസിഡന്റ് എങ്ങനെയായിരിക്കണം അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമായിരിക്കണം ആ വ്യക്തികളെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഇതായിരുന്നു 2023 വരെ നടന്നുകൊണ്ടിരുന്നത്. 2023 ഇങ്ങനെ ഈ ഒരു അപ്പോയിന്റ്മെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് പോയി. അതാണ് അനൂപ് ഭരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഇങ്ങനെയുള്ള കേസുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, പരീക്ഷയ്ക്ക് ആവശ്യം വരും. അനൂപ് ഭരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓർത്തിരിക്കുക. ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ്മെന്റ് പ്രോസസിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയ കേസാണ്. ഈ കേസിൽ ഇടപെട്ട് സുപ്രീം കോടതി വിധിച്ചു, ഇനി മുതൽ ജസ്റ്റി പറഞ്ഞ പോലെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡേഷൻ മാത്രമല്ല കേൾക്കേണ്ടത്, ഒരു കമ്മിറ്റി രൂപീകരിക്കണം. ആ കമ്മിറ്റി ആയിരിക്കണം ഇനി മുതൽ ആളെ പേര് നിർദ്ദേശിക്കേണ്ടത്. ആ കമ്മിറ്റിക്കകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കണം? ഒന്ന്, ഈ പറഞ്ഞ പോലെ PM പ്രൈം മിനിസ്റ്റർ, 2 ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, 3 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റി, 1 പ്രൈം മിനിസ്റ്റർ, 2 ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭ, 3 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റി ആയിരിക്കണം ഈ മുതൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ പേര് നിർദ്ദേശിക്കേണ്ടത്. ഇവർ നിർദ്ദേശിക്കുന്ന പേരായിരിക്കണം നമ്മുടെ പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ അപ്പോയിന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ ഗവൺമെന്റ് ആ ടൈമിൽ 2024 പാർലമെന്റിൽ പുതിയ നിയമം പാസാക്കി. ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന 2024 ആ ഒരു നിയമം പാസാക്കി. ആ നിയമത്തിന് പ്രകാരം ഈ ഒരു കമ്മിറ്റിയുണ്ട്. പക്ഷെ കമ്മിറ്റിക്ക് ചെറിയ മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റം വന്ന കമ്മിറ്റിയാണ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആ കമ്മിറ്റിക്ക് ആരൊക്കെയാണ്? 1 പ്രൈം മിനിസ്റ്റർ, 2 ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭ, 3 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പകരം മൂന്നാമത്തത് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രിയം. അപ്പൊ അങ്ങനെയാണ് 3 ആയിട്ട് പറയുക. ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ ഇപ്പൊ ഈ 3 പ്രൈം മിനിസ്റ്ററും ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭയും, മൂന്നാമത്തെ ആള് യൂണിയൻ ഹോം മിനിസ്റ്ററും ആണ് ഉള്ളത്. ഇങ്ങനെ 3 പേരടങ്ങുന്ന പാനലാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ഈ 2024 ആക്ട് വന്നതിന് ശേഷം ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയോഗിക്കുന്ന സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിക്കകത്തുള്ളത്. അപ്പൊ ഇതിനെ ചോദ്യം ചെയ്ത് വീണ്ടും ഈ പറഞ്ഞ ചീഫ് ജസ്റ്റിസിനെ മാറ്റി വീണ്ടും ഒരാളെ വന്നതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ അതിനെക്കുറിച്ച് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇത് വാർത്തയിൽ വരാൻ കാരണം. അതിന് ഇടവേളയായിട്ടാണ് ഇന്നലെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തത് ഗണേഷ് കുമാറാണ്. അദ്ദേഹം പണ്ട് ഈ പറഞ്ഞ പോലെ കേരള ക്യാപിറ്റൽ IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ നിലവിലെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യാണ്. സാധാരണ ഇലക്ഷൻ കമ്മീഷണേഴ്സിനാണ് അതിൽ സീനിയോറിറ്റി ഉള്ള ആളെയാണ് നമ്മൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹം നിലവിൽ പറയുകയാണെങ്കിൽ പാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തിനെയാണ് നമ്മളിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യമാണ് നിലവിൽ ഓർത്തിരിക്കേണ്ടത്. ഈ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിക്കകത്ത് ആരെന്നുള്ള കാര്യം ഓർക്കണം. നിലവിലെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിക്കകത്ത് PM-ഉം ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭയും, പിന്നെ ഈ പറഞ്ഞ പോലെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് ഹോം മിനിസ്റ്റർ ആണ് ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മറക്കാതെ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കേണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഒരു MCQ ആണ്, 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രെഡേറ്ററി പ്രൈസിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. നിങ്ങൾക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ആൻസർ എല്ലാവരും കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത കാണാം. താങ്ക് യു.